ദേ പറഞ്ഞു പറഞ്ഞു പ്രാക്ടിക്കൽസ് ഇങ്ങ് എത്തിട്ടോ. അല്ല, ഇതിനു വേണ്ടിട്ടാണല്ലോ ഇത്ര ധൃതി പിടിച്ച് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. പതിവില്ലാണ്ട് നേരത്തെ എണീറ്റേന്റെ ഒരു ക്ഷീണം എല്ലാരും മുഖത്തും കാണാനൊക്കെ ഉണ്ടേ. അത് വിട, അതെന്തെങ്കിലും ആവട്ടെ. ഇതിപ്പോ ഞങ്ങള് ബസ് കാത്തിട്ടുള്ള നിപ്പാണ്. 7 മണിക്ക് വരും എന്ന് പറഞ്ഞ ബസ് ഇതുവരെ വന്നിട്ടില്ല. അതല്ലെങ്കിലും അങ്ങനെ തന്നെ. ഞങ്ങള് നേരത്തിന് വന്നാ ബസ് വരില്ല, ബസ് നേരത്തിന് വന്നാൽ ഞങ്ങളവിടെ എത്തില്ല. അങ്ങനെ കുറച്ചധികം നേരത്തെ വെയിറ്റിംഗിന് ശേഷം നമ്മുടെ ബസ്സൊക്കെ വന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള സെന്ററിലോട്ട് പോവാണേ. സെന്ററിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയ കാരണം എഴുതാനുള്ള കെയർ പ്ലാൻസും വൈവിയും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ഉച്ചയായിന്നല്ല, ഉച്ച കഴിഞ്ഞ്. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഒരു ബിരിയാണി കഴിക്കാനാണ് കേട്ടോ പോയത്. ആ ഒരു എക്സാമിന്റെ ഫ്രസ്ട്രേഷനും ടെൻഷന്റെ ഇടയിൽ ഇത് കിട്ടുമ്പോൾ ഒരു സുഖം. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് നമ്മുടെ അടുത്ത സെക്ഷൻ വൈവയ്ക്കുള്ള ഇരിപ്പാണ്. പക്ഷെ ഈ വട്ടം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും എളുപ്പമായിരുന്നില്ല. ടൈമും എക്സാമും എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇനി എന്താവും എന്നുള്ളത് നമുക്ക് റിസൾട്ട് വരുമ്പോ കാണാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുമ്പോ തന്നെ രാത്രി ഒരു 7 മണി ആയിണ്ടായിരുന്നേ. എല്ലാവർക്കും അത്യാവശ്യം നല്ല തലവേദന ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചായ കുടിച്ചിട്ട് കയറാന്ന് വിചാരിച്ചു. അതല്ലേലും നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവണ്ടല്ലോ. തിരിച്ചു പോകുന്ന വഴിക്ക് ഇതേ ഒരാൾ കൊണ്ടാക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടാ. പക്ഷെ ഇവൻ എന്തായാലും അകത്തോട്ട് എൻട്രി ഇല്ല. ഓക്കെ, ബൈ.